നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 10ലേക്ക് സ്വാഗതം. അയർലൻഡിലെ കൗമാരക്കാരിൽ ഭൂരിഭാഗവും സന്തുഷ്ടരല്ലെന്ന് റിപ്പോർട്ട്. UN ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് സന്തുഷ്ടരായിട്ടുള്ള കൗമാരക്കാർ ഉള്ളത് അയർലൻഡിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അയർലൻഡിലെ തൊഴിലില്ലായ്മ വേതനം സംബന്ധിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി സർക്കാർ. ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ 1/3 വിദേശ പൗരന്മാരാണ് എന്നാണ് സർക്കാർ വെളിപ്പെടുത്തൽ. പാസ്പോർട്ടിൽ ഒപ്പുവയ്ക്കാൻ മറക്കരുതെന്ന നിർദ്ദേശവുമായി ഡബ്ലിൻ വിമാനത്താവള അധികൃതർ. വിമാനത്തിൽ കയറുന്നതിന് മുൻപാണ് ഒപ്പു രേഖപ്പെടുത്തേണ്ടത്. കുട്ടികൾക്കും ഇത് ബാധകമാണ്. ഡബ്ലിനിലെ മക്ഡൊണാൾഡ്സിന്റെ പ്രധാന ഔട്ട്ലെറ്റ് നവീകരിക്കുന്നു. ഇതിനായി ഡബ്ലിൻ സിറ്റി കൗൺസിൽ അനുമതി നൽകി. ഡബ്ലിനിലെ ഓ'കോണൽ സ്ട്രീറ്റിലെ ഔട്ട്ലെറ്റാണ് മുഖമിനുക്കാൻ ഒരുങ്ങുന്നത്. IPL-നായി എത്തിയ താരങ്ങൾ രാജ്യത്തേക്ക് തിരികെ മടങ്ങണമെന്ന് ദക്ഷിണാഫ്രിക്ക. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഈ മാസം 26-ന് തന്നെ രാജ്യത്തേക്ക് തിരിക്കണമെന്ന് ദക്ഷിണാഫ്രിക്കൻ പരിശീലകൻ ശുക്രി കോൺറാഡ് പറഞ്ഞു. അയർലൻഡിൽ ബുധനാഴ്ചയും ചൂട് കൂടിയ കാലാവസ്ഥ. അന്തരീക്ഷ താപനില 25 ഡിഗ്രി വരെ ഉയരാമെന്ന് മെറ്റ് ഐറാൻ അറിയിച്ചു. ഈ ആഴ്ച മഴ കുറയും. ഒന്നിച്ച് അത്താഴ വിരുന്നിൽ പങ്കെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US സൗദി നിക്ഷേപ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കാമെന്നും ട്രംപ് പറഞ്ഞു. പഞ്ചാബിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ ഇന്ത്യക്ക് കൈമാറി പാകിസ്ഥാൻ. പൂർണം കുമാർ ഷായാണ് രാജ്യത്ത് തിരിച്ചെത്തിയത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു അദ്ദേഹത്തെ അതിർത്തി കടന്നെന്നാരോപിച്ച് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം അതീവ ഗൗരവമുള്ളതാണെന്ന് മന്ത്രി P. രാജീവ്. പ്രതിയായ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ ഉടൻ പിടികൂടുമെന്നും അദ്ദേഹം പറഞ്ഞു. വഞ്ചിയൂർ കോടതിക്ക് മുന്നിലുള്ള ഓഫീസിലെത്തി മർദ്ദനമേറ്റ ശാലിനിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക.